ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി നീ ഭൂമിയിൽ വേണ്ട. ചതിക്കുത്തരം മുറിപ്പത്തലെന്ന നിനക്കിപ്പോ ആവശ്യവും നിന്റെ മരണം തന്നെയാ. രോഹിത്, അകത്ത് കയറി ഒളിച്ചിരിക്കാതെ ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി വേണ്ട. രോഹിത്, ഒന്ന് പിടിച്ചേ. രോഹിത്, എന്താ? നീ എന്നെ ചതിച്ചു. നീ ഇപ്പൊ നല്ലവനുമായി, ഞാൻ വെറും മോശക്കാരനും. ഇവിടെ കിടന്ന് ഒച്ച വെച്ച് നാട്ടുകാരെ കൂട്ടാനാണ് ഭാവമെങ്കിൽ അതിലൊന്നും പേടിക്കുന്നവനല്ല ഈ രോഹിത്. പിന്നെ മറ്റുള്ളവരെ കേൾപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒച്ച എടുത്തിട്ട് ഒരു കാര്യമില്ല. അതൊരുമാതിരി ഭീരുക്കളുടെ പണിയാ. അതേടാ, ഞാൻ ഭീരുവാ. നിന്റെയൊക്കെ മുന്നിൽ 15 കോടി ആറ്റിലൊഴുക്കി കളഞ്ഞ ലോക തിരുമണ്ടൻ. ആ തിരുമണ്ടൻ ഇപ്പോ നല്ല കാര്യം ചെയ്യാമെന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് വന്നിരിക്കുക. ആ തീരുമാനം നടപ്പിലാക്കിയിട്ട് ഞാനിന്ന് ഇവിടുന്ന് പോവും. ഇനി നീ ഭൂമിയിൽ വേണ്ട. ചതിക്കുത്തരം മുറിപ്പത്തലെന്ന നിനക്കിപ്പോ ആവശ്യവും നിന്റെ മരണം തന്നെയാ. ശ്യാമേ, 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 എടാ. ശ്യാമേ, ശ്യാമേ, ശ്യാമേ. ഈ താൽക്കാലിക നിയമനം കിട്ടി വരുന്നവർക്ക് വാഹനം ഓടിക്കുന്നതിന് പ്രത്യേക ലൈസൻസ് വല്ലതും ഉണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, സാധാരണ ഡ്രൈവർമാര് വാഹനം ഓടിക്കുമ്പോ മുന്നോട്ട് നോക്കിയാ ഓടിക്കാറ്. ഞാൻ മേഡം ഉറങ്ങാണോന്ന് അറിയാൻ വേണ്ടിട്ടേ ഒന്ന് പാളി നോക്കിയതാ. ഇനി ആവർത്തിക്കില്ല കേട്ടോ. ആവർത്തിക്കാതിരുന്ന നിങ്ങൾക്ക് കൊള്ളാം. ഇന്നും ഓട്ടോറിക്ഷ തന്നെ വീടാക്കാനുള്ള ഒരുക്കത്തിലാണോ? ആ, ഒരു വീട് നോക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആള് പക്ഷെ വിളിച്ചിട്ടില്ല. അതെ 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 മേഡം 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 അതെ അത് എടുത്തോളാം. അതാണല്ലോ എന്റെ പണി. മേഡം വെക്കോളൂ. അയ്യോ ഡോർ.
ഗുഡ് മോർണിംഗ് മാഡം. ഈ ഫയലുകൾ നീങ്ങുന്നില്ല എന്ന് പരാതി പറയുന്നവരൊക്കെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കണമെന്നേ. കാറിലാണ് ഫയലുകൾ നീങ്ങുന്നത്. കൊള്ളൂലല്ലേ? കോമഡി മെച്ചപ്പെടുത്തണം. ഇങ്ങ തന്നെ. എന്താടാ വീടൊക്കെയോ? അച്ഛനെ ഒരെണ്ണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വീടിന്റെ പോർഷനാ. ആ അതൊക്കെ മതിയെന്നേ. നീയേ അപ്പൊ പറഞ്ഞോ, ഞാൻ എപ്പോ വേണേ വന്നോളാം. എന്നാ പിന്നെ ഞാൻ ഇവരോട് സമയം ചോദിച്ചിട്ട് വിളിച്ചു പറയാം. ഓട്ടോ ആയിട്ട് വന്ന് ആശാനെ കൂട്ടിക്കൊണ്ട് പോരുകയും ചെയ്യാം. ആ ശരി ശരി, എന്നാ പിന്നെ അങ്ങനെ ആവാം കേട്ടാ. ആ ശരി എന്നാ വെച്ചോ. ആ എന്നോടോ അതെ, എനിക്കൊരു 2 മണിക്കൂർ നേരത്തേക്ക് ലീവ് വേണം. 2 മണിക്കൂർ നേരത്തേക്ക് ലീവോ? ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് പോവാനാ മേഡം. ഒരു 2 മണിക്കൂർ മതി. കാര്യം കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം. മാഡത്തിന് എവിടെയെങ്കിലും പോയേണ്ടി വന്നാലോ? ഏയ് ഇനിയിപ്പോ എന്തായാലും പോവാൻ വഴിയില്ല. ഇനിയിപ്പോ വീട്ടിൽ പോണ സമയത്ത് ഓട്ടണ്ടാവുള്ളൂ. അതെ, എന്നെ വെറുതെ വഴക്ക് കേൾപ്പിക്കരുത്. ഏയ് ഒന്നുമില്ല, 2 മണിക്കൂർ അത്യാവശ്യമായോണ്ട. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞെത്താം. എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. മാഡം വിളിക്കുമ്പോ ഇവിടെ ഉണ്ടായാ മതി. ഓ ഓ ഓ ഉണ്ടാവും. ആ. അയ്യോ സത്യാമ്മയോ, ഇതെന്താ ഈ വഴിക്ക്? അത് പിന്നെ ഞങ്ങൾക്ക് ചില ബിസിനസ് ഒക്കെ ഉണ്ട്, ഒരു പലഹാരത്തിൻ്റെത്. ഇവിടേക്ക് അതിന്റെ സപ്ലൈ ഉണ്ട്, അതിനായിട്ട് വന്നതാ. ഇപ്പോ ബേക്കറി പലഹാരങ്ങളാ കൂടുതലായിട്ട് സപ്ലൈ ചെയ്യുന്നത്. എന്താ മോളെ ആലോചിക്കുന്നേ? ഞാനിപ്പം സത്യാമ്മയുടെ ആ പഴയ പ്രൗഢിയും രൂപവും ഒക്കെ ഒന്ന് മനസ്സിലാലോചിച്ചതാ. ഈ ഒരു രീതിയിലുള്ള കച്ചവടം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല.